രാഹുൽ ഗാന്ധി പണ്ട് മുതലേ ഒരു കോമഡി പീസാണ്. അങ്ങനെ തന്നെയാണ് കോൺഗ്രസിൻ്റെ സകല അണികളും രാഹുൽ ഗാന്ധിയെ ട്രീറ്റ് ചെയ്യുന്നതും. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയുടെ ചിത്രം സ്ത്രീകളുടെ സാനിറ്ററി പാഡിൽ ആലേഖനം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ അപമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ യാതൊരുവിധ കോൺഗ്രസ്സുകാരും മിണ്ടുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ബീഹാറിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ബീഹാറിൽ സാനിറ്ററി പാഡിൻ്റെ പുറത്ത് രാഹുൽ ഗാന്ധിയുടെ പടം ആലേഖനം ചെയ്തിട്ടുണ്ട്. സാനിറ്ററി പാഡ് തുറക്കുമ്പോൾ സാനിറ്ററി പാഡിന് അകത്തും രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന് വളരെയധികം അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സാനിറ്ററി പാഡിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വയ്ക്കുമ്പോൾ അത് വലിയ അഭിമാനകരമായിട്ടുള്ള നേട്ടമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ബീഹാറിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സാനിറ്ററി പാഡ് ഇലക്ഷൻ അനുബന്ധിച്ച് ഫ്രീ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചരണ ആയുധം. ഇപ്പോൾ BJP അടക്കം ചോദിക്കുന്നത് ബീഹാറിൽ സാനിറ്ററി പാഡ് നരേന്ദ്രമോദി ഫ്രീ ആയിട്ട് ധാരാളം വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്തു തുടങ്ങിയതാണ്. നരേന്ദ്രമോദി ഇൻഡിപെൻഡൻസ് ഡേക്ക്, അതായത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് 1 രൂപയ്ക്ക് സാനിറ്ററി പാഡ് അവിടെ പ്രസംഗ പീഠത്തിൽ നിന്ന് കൈ ഉയർത്തി കാണിച്ചപ്പോൾ അന്ന് പുച്ഛിച്ച കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പടം പാഡിനകത്ത് ആലേഖനം ചെയ്ത് കൊടുക്കുന്നത് എന്തൊരു അസംബന്ധമാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഗിമിക്കുകൾ കാണിക്കാതെ നിങ്ങൾക്ക് പ്രവർത്തിച്ച് കാണിച്ചുകൂടെ എന്നാണ് BJP യഥാർത്ഥത്തിൽ ചോദിക്കുന്നത്. വലിയ രീതിയിലുള്ള ട്രോളുകൾക്കാണ് ഇപ്പോൾ ഇത് കാരണമായി മാറിയിരിക്കുന്നത്. വലിയ കോൺഗ്രസ്സുകാർക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള നാണക്കേടുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് വലിയ ഒരു സംസാര വിഷയം ഇതായി മാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് ആരാണ് യഥാർത്ഥത്തിൽ ചെയ്തത്? കോൺഗ്രസ് ഒരു പൊട്ടിയ പട്ടം പോലെ കിടക്കുന്നത് കൊണ്ട് കോൺഗ്രസ്സുകാർ നല്ലതെന്ന് പറഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് ദോഷമായിട്ടാണ് ഭവിക്കുന്നത്. എന്നാൽ ഈ ആൾക്കാർ ഓരോ പ്രദേശത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വേണ്ടപ്പെട്ടവർ അറിയാറുമില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വമ്പൻ വിഷയമായി ഉയർന്നു വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.